അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ 40 കൊല്ലം ഖിദ്മത്ത് ചെയ്ത, സേവന ചെയ്ത ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹിൽ ഹറവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. ഖദംതു ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 40 സന. ഞാൻ 40 കൊല്ലം ബഹുമാനപ്പെട്ടവരെ ഖിദ്മത്ത് ചെയ്തു. വകാന ഫീ മുദ്ദതിഹാ യുസല്ലി സുബ്ഹ ബി ഉളൂഇൽ ഇശാ. ആ 40 കൊല്ലം ഞാൻ ശ്രദ്ധിച്ച ഒരു അത്ഭുതകരമായ ഒരു വിഷയമാണ്, ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചത് ഇശാഇന്റെ ഉളൂ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ഉളൂ കൊണ്ട് ബഹുമാനപ്പെട്ടവർ സുബ്ഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആ 40 കൊല്ലം ബഹുമാനപ്പെട്ടവർ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടില്ല. മൊത്തം അല്ലാഹുവിന് വേണ്ട ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ സമയങ്ങൾ ചെലവ് ചെയ്തതാണ്. എന്നിട്ടോ വകാന കുല്ലമാ അഹ്ദസ ജദ്ദദ ഫീ വഖ്തിഹി വുദൂഅഹു. പ്പെട്ടവരെ മറ്റൊരു പ്രത്യേകതയാണ്, ബഹുമാനപ്പെട്ടവർ എന്തും വുദൂഇലാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് വുദൂ നഷ്ടപ്പെട്ടാൽ ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് പോയി വുദൂ പുതുക്കുന്നവരായിരുന്നു. നിസ്കാരത്തിന്റെ സമയമല്ലെങ്കിലും ബഹുമാനപ്പെട്ടവർ പോയി വുദൂ ചെയ്തു വരും. എന്നിട്ടോ സുമ്മ യുസല്ലി റകഅത്തൈനി. വുദൂ എടുത്തതിന് ശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ. ആ വുദൂവിന്റെ സുന്നത്ത് നിസ്കാരം ബഹുമാനപ്പെട്ടവർ എന്നും ചെയ്യുമായിരുന്നു. വകാന യുസല്ലിൽ ഇശാഅ വയദ്ഖുലു ഖൽവതഹു വലാ യുംകിനു അഹദൻ അൻ യദ്ഖുലഹ മഅഹു ഫലാ യഖ്റുജു മിൻഹാ ഇല്ലാ ഇൻദ തുലൂഇൽ ഫജ്രി. ബഹുമാനപ്പെട്ടവരെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ്, ബഹുമാനപ്പെട്ടവർ ഇശാഇന്റെ സമയം കഴിഞ്ഞാൽ, ഇശാഇന്റെ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പിന്നെ ഒറ്റക്കായി അവിടെ നിന്ന് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒറ്റക്കായി ബഹുമാനപ്പെട്ടവർ ഇശാഇന്റെ ശേഷം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ തുടങ്ങിയാൽ പിന്നെ സുബ്ഹി വരെ ഒരാൾക്കും ബഹുമാനപ്പെട്ടവർ കിട്ടുകയില്ല, ഒരാളോട് സംസാരിക്കുകയില്ല, ഒരാളോടും ഒരു കൂടിക്കാഴ്ചയ്ക്കും ബഹുമാനപ്പെട്ടവർ വരികയില്ല. പിന്നീട് ഇനി ബഹുമാനപ്പെട്ടവരെ കാണണമെങ്കിൽ പിന്നെ സുബ്ഹിന്റെ ശേഷമായിരിക്കും. എത്രത്തോടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തുള്ള ഖലീഫമാരടക്കം രാത്രിയിൽ വന്ന് ബഹുമാനപ്പെട്ടവരോട് സംസാരിക്കാമെന്ന് ആവശ്യപ്പെട്ടപ്പോലും ബഹുമാനപ്പെട്ടവർ ഒന്നും കൂട്ടാക്കാതെ ബഹുമാനപ്പെട്ടവർ ഒറ്റും ഇബാദത്തിലായിരുന്നു. അങ്ങനെ അവർ സുബ്ഹി വരെ കാത്തിരുന്ന് സുബ്ഹിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവരോട് സംസാരിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇവിടെ നാം ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾക്ക് എന്തിനാണ് ഇത്ര വലിയ സ്ഥാനം അല്ലാഹു നൽകിയത്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലെ വലിയ ഉന്നതിയുള്ള സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടാനുള്ള കാരണം അതൊന്നും വെറുതെയല്ല. ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ ബഹുമാനപ്പെട്ടവരെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ഏതു സമയം റബ്ബിനെ ചിന്തിച്ച്, ഏതു സമയത്തും ഇബാദത്ത് മാത്രം ചിന്തിച്ച് തൻ്റെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചെലവ് ചെയ്ത് അങ്ങനൊരു ജീവിതം ബഹുമാനപ്പെട്ടവരെ ജീവിച്ചതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയൊരു സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഇനിയും ധാരാളം നാം പഠിക്കേണ്ടതാണ്. ആ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം. അതല്ലേ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കുന്ന ഏതൊരു മുഅ്മിനിന്റെയും ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇബാദത്തുകളിലും അല്ലാഹു വലിയ ബറക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.